നമ്മുടെ നേരത്തെ ടോപ്പിക്കിൽ നമ്മൾ അവസാനം എത്തി നിന്നിട്ടുണ്ടായിരുന്ന ടോപ്പിക്ക് നമ്മുടെ സൈബർ ക്രൈമിനെ കുറിച്ച് അല്ലെ IT ആക്ട് എന്ന് പറഞ്ഞു. IT ആക്ട് ശ്രദ്ധിക്കേണ്ടത് IT ആക്ട് എന്ന് പാസ്സാക്കി, അതിന് അമെൻമെന്റ്, പിന്നെ അതിൽ എത്ര സെക്ഷൻസ് ഉണ്ട്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ആന്റിവൈറസ് മാൽവെയർസ് എന്താണ് പ്രധാനപ്പെട്ട ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. McAfee ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ്, Avast ഉണ്ട്, AVG ഉണ്ട്, പിന്നെ നമ്മൾ Avira ഉണ്ട്, പിന്നെ നോർട്ടൺ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. ഇനി സൈബർ ക്രൈം എന്താണെന്ന് പറഞ്ഞാൽ സൈബർ ക്രൈം IT ലിറ്ററസി സെക്കൻഡ് IT ലിറ്ററസിയിൽ വരുന്ന ടോപ്പിക്കാണ് സൈബർ ക്രൈം. അത് കമ്പ്യൂട്ടർ മേഖലയിൽ വരാൻ സാധ്യതയുള്ള ചില കുറ്റകൃത്യങ്ങൾക്കാണ് സൈബർ ക്രൈം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്ന സോഫ്റ്റ്വെയർ ആണല്ലോ നമ്മുടെ വൈറസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രംഗത്ത് കമ്പ്യൂട്ടറിൻ്റെ ഇന്നത്തെ ആധുനിക യുഗത്തിൽ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്ന പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളെയാണ് സൈബർ ക്രൈം, സൈബർ കുറ്റകൃത്യങ്ങൾ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് പ്രധാനപ്പെട്ട സൈബർ കുറ്റകൃത്യങ്ങളുണ്ട്. ഒന്ന്, സൈബർ സ്റ്റാക്കിംഗ്. സൈബർ സ്റ്റാക്കിംഗ് സൈബർ സ്റ്റാക്കിംഗ്. സ്റ്റാക്കിംഗ് പ്രൊനൗൺസിയേഷൻ സ്റ്റാക്കിംഗ്. STALKING. സൈബർ സ്റ്റാക്കിംഗ്. സൈബർ സ്റ്റാക്കിംഗ് എന്താണ് ശ്രദ്ധിക്കുക. ഇന്റർനെറ്റ് അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഒരു വ്യക്തിയെയോ ഒരു കൂട്ടം ആളുകളെയോ ദ്രോഹിക്കുന്നതിനെ സൈബർ സ്റ്റാക്കിംഗ് എന്ന് പറയുന്നു. സൈബർ സ്റ്റാക്കിംഗ് വഴി ബിസിനസ് സ്ഥാപനങ്ങളുടെയും അതിൻ്റെ പ്രവർത്തനത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. സൈബർ സ്റ്റാക്കിംഗ് കൂടുതലായും വേട്ടയാടുന്നത് സ്ത്രീകളെയാണ്. വെബ്സൈറ്റുകൾ, ബ്ലോഗ്, മൊബൈൽ ഫോൺ എന്നീ മാധ്യമങ്ങൾ വഴിയാണ് സൈബർ സ്റ്റാക്കിംഗ് ചെയ്യുന്നത്. സൈബർ ഡിഫേമേഷൻ എന്നത് ഇതിന്റെ വേറെ പേരാണ്. സൈബർ ഡിഫേമേഷൻ എന്ന് പറയും. അപ്പം അതിന്റെ പബ്ലിക് എക്സാമിന് സൈബർ ഡിഫേമേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഞെട്ടരുത് ഒരിക്കലും. അതിന് വേറൊരു പേരാണ്. സൈബർ സ്റ്റാക്കിങ്ങിന്റെ വേറൊരു പേരാണ് സൈബർ ഡിഫേമേഷൻ. ഓക്കെ, DEFAMATION ഡിഫേമേഷൻ. അപ്പോൾ ഇതാണ് സൈബർ സ്റ്റാക്കിംഗ്. മനസ്സിലായല്ലോ. രണ്ടാമത് ട്രോജൻ ഹോഴ്സ്. പ്രധാനപ്പെട്ട ആന്റിവൈറസ് സോഫ്റ്റ്വെയർ കൂടിയാണ് ട്രോജൻ. അപ്പോൾ ട്രോജൻ ഹോഴ്സ് എന്താണ്? ഇന്റർനെറ്റ് വഴി നമ്മുടെ കമ്പ്യൂട്ടറിൽ കടന്നുകൂടുന്ന ചാര പ്രോഗ്രാമുകളാണ് ട്രോജൻ. ചാര പ്രോഗ്രാം, അതായത് സഹായിക്കുക എന്ന ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ആ ഒരു ഉദ്ദേശം തന്നെ കടന്നുകൂടിക്കൊണ്ട് പിന്നെ ആ കടന്നുകൂടിയ അവസരം മുതലാക്കിക്കൊണ്ട് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തെ സോഫ്റ്റ്വെയർസ് ആണ് ട്രോജൻ പ്രോഗ്രാമുകളാണ്. ഇവ നേരിട്ട് കമ്പ്യൂട്ടറിനെ ആക്രമിക്കില്ല. പകരം നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന വിലപിടിപ്പുള്ളതും വളരെ രഹസ്യവുമായിട്ടുള്ള വിവരങ്ങൾ ചോർത്തി നൽകുവാനും പുറത്തുള്ള ഹാക്കർമാർക്ക് കമ്പ്യൂട്ടറുമായി ബന്ധം സ്ഥാപിക്കുകയുമാണ് ട്രോജൻ പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. നമ്മൾ പോലും അറിയാതെ ട്രോജൻ ഉപയോഗിച്ച് ലോകത്തിന്റെ ഏത് കോണിലും ഇരുന്ന് ഒരാൾക്ക് നമ്മുടെ കമ്പ്യൂട്ടറുകളെ നിയന്ത്രിക്കാൻ കഴിയും. ഗ്രീക്ക് മിത്തോളജിയിലെ ട്രോജൻ കുതിരയിൽ നിന്നാണ് ഇത്തരം പ്രോഗ്രാമുകൾക്ക് ഈ പേര് വന്നത്. അപ്പോൾ ആ കുതിരയ്ക്ക് ചില പ്രത്യേകത ഉണ്ടാവാം. ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്നുണ്ട്. അത് ഹോഴ്സ് മീൻസ് കുതിരകളാണല്ലോ. അപ്പോൾ സഹായം എന്ന ഒരു ഉദ്ദേശം വെച്ചു പുലർത്തിക്കൊണ്ട് ആ സഹായത്തിന്റെ പേര് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, പിന്നെ അതായത് നമ്മുടെ ഒട്ടകത്തിന് സ്ഥലം കൊടുക്കുക എന്നുള്ള പ്രയോഗം പോലെ തന്നെ, അതായത് ഒരു ഇടം കിട്ടിയെന്ന് അറിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാണ് പ്രവർത്തനം. ഒരു ഇടം കിട്ടി, ഇനി നമുക്ക് ഇവിടെ കുറച്ച് കളിക്കാം, ഇവിടെ നമുക്ക് നിന്നുകൊണ്ട് എന്ത് ചെയ്യാം പ്രവർത്തനത്തെ നിഷ്കലമാക്കി മാറ്റാം. ആ ഒരു ദുരുദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു തരം പ്രോഗ്രാമുകളാണ് ട്രോജൻ. അപ്പോൾ ഒരു തരത്തിലുള്ള വൻ വിഷമുള്ള ഒരു വൈറസാണ് കമ്പ്യൂട്ടറിന്റെ സൈബർ ക്രൈമിൽ പെട്ടതാണ് ട്രോജൻ ഹോഴ്സ്. പിന്നെ സൈബർ സ്പോട്ടിംഗ് എന്നതാണ് മൂന്നാമത്തെ. സൈബർ സ്പോട്ടിംഗ് സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. SQUATTING. സൈബർ സ്പോട്ടിംഗ് വലിയ കമ്പനികളുടെ ഡൊമൈൻ നെയിമിനെ അനുസരിച്ച് അതിനോട് സാമ്യമുള്ള ഡൊമൈൻ നെയിമുകൾ ഉണ്ടാക്കുകയും അവരുടെ ഉപഭോക്താവിനെ ആകർഷിക്കുകയും ചെയ്യുന്നതിനെയാണ് സൈബർ സ്പോട്ടിംഗ് എന്ന് പറയുന്നത്. ഡൊമൈൻ അഡ്രസ് അല്ലേ, HTTP എന്ന് തുടങ്ങിയതുകൊണ്ട് നമ്മൾ പറയും
ITIARCD.org. ഇതാണ് ഡൊമൈൻ. ഇതിലെ അഡ്രസ് പാർട്ടിയാണ് ഡൊമൈൻ. അപ്പോൾ ഇതിനോട് സാമ്യമായിക്കൊണ്ട് തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ www.itico.org, ഇത് നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇതിനോട് സാമ്യമായിക്കൊണ്ട് തന്നെ നമുക്ക് ഇന്നൊരു വെബ്സൈറ്റ് വേണം ക്രിയേറ്റ് ചെയ്യാം അല്ലേ. രണ്ടും കെ ഓർ സി മലയാളത്തിൽ ക എന്നുള്ള അക്ഷരത്തോട് സാമ്യത പുലർത്തുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ ഒഫീഷ്യൽ ID www.itiarcd സൂചിപ്പിക്കുന്നു. നമ്മുടെ സ്ഥാപനത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഓക്കെ, ഇതിനോട് സാമ്യമായിട്ടുള്ള സിക്ക് പകരമായിട്ട് കെ വെച്ചുകൊണ്ട് വെബ്സൈറ്റ് തുടങ്ങുകയാണെങ്കിൽ ഇതിന് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നു. CYBER, സൈബർ സ്ക്വാട്ടിംഗ്, SQUATING, സൈബർ സ്ക്വാട്ടിംഗ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു സൈബർ ക്രൈം ആണ് സൈബർ പോർണോഗ്രഫി. ഇന്നത്തെ ആധുനിക യുഗത്തിൽ മിക്കവാറും എല്ലാ യുവാക്കളും യുവതികളും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് സൈബർ പോർണോഗ്രഫി. ഒരു അഡൽട്ട് പോർണോഗ്രഫി എന്ന് പറയും അല്ലേ. നമുക്കറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് സൈബർ പോർണോഗ്രഫി അല്ലേ. കുട്ടികളുടെയും അതായത് ഇതിൽ വഞ്ചിതരായപ്പെടുന്നത് 18 വയസ്സ് പ്രായപൂർത്തി പോലും തികയാത്ത ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും നഗ്ന ചിത്രങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുമ്പോൾ അത് ക്രൈമായി വരും. എന്നാൽ തിരിച്ച് ഒരു 18 വയസ്സിന് മുകളിലും ആളുള്ള ഒരു ആണായാലും പെണ്ണായാലും അവർ സമ്മതത്തോടെ കൂടി അവരുടെ ശരീരഭാഗങ്ങളുടെ നഗ്നത പുറത്തേക്ക് പ്രദർശിപ്പിക്കുന്നത് അത് അത്ര തന്നെ തെറ്റില്ല. അതിനേക്കാൾ കൂടുതൽ തെറ്റ് വരുന്നത് 18 വയസ്സ്, ഇന്ത്യൻ നിയമം IPC എന്ന് പറയുന്നത് 18 വയസ്സ് പോലും തികയാത്ത ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരുടെ സമ്മതം പോലും ഇല്ലാതെ എന്ത് ചെയ്യാണ് അവരുടെ ശരീര നഗ്നത മറ്റുള്ളവരിലേക്ക് പ്രദർശിപ്പിക്കുക. അതിനുപയോഗിക്കുന്ന IT ഉപാധിയാണ് സൈബർ പോർണോഗ്രാഫി. അതൊരു സൈബർ ക്രൈമാണ്. അശ്ലീല ചിത്രങ്ങളുടെ പോസ്റ്റിംഗ്, ഷെയറിംഗ്, ഡൗൺലോഡിംഗ് എന്നിവയെ സൈബർ പോർണോഗ്രാഫി എന്ന് പറയുന്നു. സോഷ്യൽ മീഡിയയിൽ അശ്ലീല ചിത്രങ്ങൾ പരസ്പരം കൈമാറുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും ശിക്ഷാർഹമാണ്. നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കുന്ന വസ്തുതയല്ലേ. മിക്ക സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഈ ചില പോർണോഗ്രാഫി സൈറ്റുകൾ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പറയും ഇവിടെ 18+ ഇയേഴ്സിലുള്ള ആളുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഓപ്പൺ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൽ പറയപ്പെടുന്നുണ്ട് 18 വയസ്സ്, 18 years of age, that is the age of maturity, ആ ഒരു വയസ്സിൽ പ്രായപൂർത്തി എത്താത്ത ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരുടെ ശരീര നഗ്നത മറ്റുള്ളവർക്ക് മുന്നിൽ അവരെ സമ്മതമല്ലാതെ പ്രദർശിപ്പിക്കപ്പെടുന്നത് സൈബർ പോർണോഗ്രാഫിയാണ്. ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് സൈബർ ക്രൈം. സൈബർ സ്പോട്ടിംഗ് ഉണ്ട്. ഓക്കെ, പിന്നെ ട്രോജൻ ഹോഴ്സ്, പിന്നെ സൈബർ പോർണോഗ്രാഫി. നെക്സ്റ്റ് സൈബർ ടെററിസം. എന്താണ് ടെററിസം? ഭീകരവാദം അല്ലേ. നമ്മൾ ടെററിസം എന്നുള്ള വേർഡ് നമ്മൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകളിലൊക്കെ കേൾക്കുന്നതാണ്. ഇന്നത്തെ കൂടുതലായിട്ടും കേൾക്കപ്പെടുന്ന നമ്മൾ പിന്നെ ആഗോളതലത്തിൽ കേൾക്കുന്ന ഒരു നാമമാണ് ടെററിസം. ടെററിസം മീൻസ് ഭീകരവാദം. എന്താണ് സൈബർ ടെററിസം? കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഉപയോഗിച്ച് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരത്തെ തകർക്കുവാനുള്ള ശ്രമത്തിനെ സൈബർ ടെററിസം എന്ന് പറയും അല്ലേ. അതായത് അത് മറ്റുള്ള രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തെ എതിർത്തുകൊണ്ടും നമ്മുടെ രാജ്യത്തിന്റെ പവിത്രതയ്ക്ക് വിരോധമായിക്കൊണ്ടും അത് ഒരു വിരോധമായിട്ടും അതിന്റെ ശത്രുവായിട്ടും നമ്മുടെ രാജ്യത്തെ കാണുന്നവർ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? സൈബർ ടെററിസം. ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ വർഗീയ ശത്രുവാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ചെയ്യാം. പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് അത് നമ്മുടെ രാജ്യത്തിന്റെ പവിത്രതയ്ക്ക് വിരുദ്ധമായിക്കൊണ്ട് ഇന്റർനെറ്റിൽ ചില വാർത്തകൾ പ്രചരിപ്പിക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ മുന്നിൽ തുറന്നു കാണിക്കുകയും ചെയ്താൽ അതെന്തായി? സൈബർ ടെററിസമായി. ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും നിയന്ത്രിക്കാവുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമുക്കറിയാം മിക്ക രാജ്യങ്ങളും അതിന്റെ അയൽ രാജ്യങ്ങളൊക്കെ തന്നെ കുറച്ച് ദൂരം, 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അല്ലെ 1000 കിലോമീറ്ററുകളും 2000 കിലോമീറ്ററുകളും മൈലുകളും താണ്ടിയാണ് പല രാജ്യങ്ങളും തന്നെ അതിർത്തി പങ്കിടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിദൂരതയിൽ നിന്ന് തന്നെ നിയന്ത്രിക്കാവുന്നതാണ് ഇതിന്റെ സൈബർ ടെററിസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന് കുറഞ്ഞ
കുറഞ്ഞ സമയവും പണവും മതി, പക്ഷേ ഇത് വൻതോതിൽ സമൂഹത്തെ ബാധിക്കുന്നു. മിലിറ്ററി ആസ്ഥാനങ്ങൾ, ബാങ്കുകൾ, ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളൊക്കെയാണ് ഇവ മുഖ്യമായും ആക്രമിക്കപ്പെടുന്നത്. ആറാമത് സൈബർ ഫോർജറി. സൈബർ മീൻസ് കമ്പ്യൂട്ടറിന്റെ, ഇത് കൂടുതൽ ആവർത്തിച്ച് വരുന്ന വേർഡാണ്, ശ്രദ്ധിക്കണം. സൈബർ എന്നുള്ളത്, സൈബർ മീൻസ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ വേറെ പേരാണ് സൈബർ. സൈബർ ഫോർജറി എന്താണ്? സൈബർ ഫോർജറി ഇലക്ട്രോണിക് ഉപകരണങ്ങളും സോഫ്റ്റ്വെയറുകളും ഉപയോഗിച്ച് വ്യാജമായ കറൻസികളും പോസ്റ്റൽ സ്റ്റാമ്പ്, ഐഡന്റിറ്റി കാർഡ്, മാർക്ക് ലിസ്റ്റ്, റവന്യൂ സ്റ്റാമ്പ്, സർട്ടിഫിക്കറ്റുകൾ എന്നിവ നിർമ്മിക്കുന്നതിനെ സൈബർ ഫോർജറി എന്ന് പറയും. നമ്മൾ ലാസ്റ്റ് എടുത്ത പോയിന്റ് സൈബർ ഫോർജറി എന്നുള്ളതാണ്. അടുത്ത ടോപ്പിക് ഹാക്കിംഗ്. ഹാക്കിംഗ് എന്താണ്? ഹാക്ക് ചെയ്യുക എന്നുള്ളത് ഹാക്കിങ്ങും ക്രാക്കിങ്ങും ഉണ്ട് അല്ലേ? പ്രധാനപ്പെട്ട നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സുപരിചിതമായിട്ടുള്ള ഒരു സൈബർ ക്രൈമാണ്, മിക്ക ആളുകൾ കേട്ടിട്ടുള്ളതാണ് ഹാക്കിംഗ്. HACKING എന്താണത്? ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ഒരാളുടെ കമ്പ്യൂട്ടറിലോ വെബ്സൈറ്റിലോ അനുമതിയില്ലാതെ കടന്നുകൂടുകയും അതിലെ പ്രധാന വിവരങ്ങൾ കൈക്കലാക്കി അതിന്റെ സാധാരണ പ്രവർത്തനത്തിന് മാറ്റം വരുത്തുന്നതിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഹാക്ക് ചെയ്യുന്ന വ്യക്തിയെ ഹാക്കർ എന്ന് പറയുന്നു. Hacking, the person who hacks this means hacker. Who hacks is called hacker. അപ്പോൾ കമ്പ്യൂട്ടറുകളെ സൂക്ഷിച്ചിരിക്കുന്ന അതിന്റെ ആധികാരിക രേഖകളൊക്കെ തന്നെ ആ വെച്ചിരിക്കുന്ന വ്യക്തിയുടെ യാതൊരുവിധ അനുവാദം കൂടാതെ കടന്നു കയറിക്കൊണ്ട് ഈ വിവരങ്ങൾ ചോർത്തുകയും അത് കൈമുതലാക്കി പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആ സൂക്ഷിച്ചിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ആ ഒരു യഥാർത്ഥ ക്രമത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് തകരാറിലാകെ പോവുകയും ചെയ്യുന്നതിനാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ക്രാക്കിംഗ് എന്താണ്? ക്രാക്കിംഗ് അനധികൃതമായി ഒരു സോഫ്റ്റ്വെയറിനെ ഉപയോഗിക്കുന്നതിനെയാണ് ക്രാക്കിംഗ്. അതൊരു ഫയലിലേക്ക്, ഒരു കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫയലിലേക്ക് കയറുന്നതിനാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. എന്നാൽ കമ്പ്യൂട്ടറിലെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിനാണ്, അതായത് അനുമതി കൂടാതെ ഉപയോഗിക്കുന്നതിനാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഹാക്കിങ്ങും ക്രാക്കിങ്ങും രണ്ടാണ്. ക്രാക്കിംഗ് ചെയ്യുന്ന കമ്പനി സോഫ്റ്റ്വെയർ കോഡിന് പകരം കൃത്രിമമായി ഉണ്ടാക്കിയ കോഡ് ഉപയോഗിച്ച് അതിന്റെ യൂസർ നെയിം, പാസ്വേഡ് ഉണ്ടാകും, അതിന്റെ എൻട്രി കോഡ് മീൻസ് ദാറ്റ് ഈസ് കോൺഫിഡൻഷ്യൽ. അത് പിന്നെ യാതൊരു തരത്തിലും വളരെ സുതാര്യമല്ല, അത് സ്വകാര്യമാണ്. ഒരു തരത്തിലും അത് പൊതുജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കാറില്ല. അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്വകാര്യപരമായിട്ടുള്ള അതിൻ്റെ തനിതായ കോഡ് ഉപയോഗിക്കാതെ മറ്റുള്ള കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, കൃത്രിമ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറിന്റെ ഉപകരണങ്ങളുടെ സംരക്ഷണം തകർത്ത് സോഫ്റ്റ്വെയർ ഫ്രീ ആയി ഉപയോഗിക്കുന്നു. ഇതിനെയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ക്രാക്കിംഗ് ചെയ്യുന്നത് കമ്പനി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. ആ ഉപയോഗിച്ച കോഡുകൾ, ആ കമ്പനി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് കൃത്രിമ കോഡുകൾ ഉപയോഗിക്കും. അതായത് യഥാർത്ഥത്തിലുള്ള നല്ല കോഡുകൾക്ക് പകരം കൃത്രിമ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കുക. അതാണ് ക്രാക്കിംഗ്. ക്രാക്കിംഗ് ചെയ്യുന്ന പേഴ്സൺ ആണ് ക്രാക്കർ. The person who is cracked is called cracker. Okay. Hackers. Hackers. നമ്മൾ ഹാക്കിംഗ് പഠിച്ചില്ലേ? ഹാക്കേഴ്സ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ജസ്റ്റ് നോട്ട് ചെയ്യാം. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. ഇത് കൂടുതൽ ഇതിന് വിശകലനമില്ല, ജസ്റ്റ് പേരുകൾ മാത്രം ഒന്ന് ഓർമ്മിച്ച് വെക്കാം. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. നെക്സ്റ്റ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ഹാക്കിങ്ങിന്റെ ഗാർഡൊക്കെ അനുസരിച്ചൊക്കെ വ്യത്യസ്ത തരത്തിലുണ്ട്. ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. നമ്മൾ മിക്ക ബോളിവുഡ് മൂവികളൊക്കെ തന്നെ, ഈവൻ നല്ല മലയാള മൂവികളൊക്കെ തന്നെ വിവിധ ദൃശ്യങ്ങൾ ഹാക്കിങ്ങിനെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ളതും ചില സീനുകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് ഹാക്കിങ്ങിനെ കുറിച്ച്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, ഗ്രീൻ ഹാറ്റ് ഹാക്കേഴ്സ്, പാട്രിയോട്ടിക് ഹാക്കേഴ്സ്. ഇതൊക്കെയാണ് ഹാക്കിങ്ങിന്റെ ടൈപ്പ്. ഹാക്കേഴ്സ് നാല് തരത്തിലാണ്. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ആൻഡ് പാട്രിയോട്ടിക്, ദേശഭക്തിയുള്ളവർ, പാട്രിയോട്ടിക് ഹാക്കേഴ്സ്.
നെക്സ്റ്റ് സൈബർ ക്രൈം ആണ് ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് പറയുന്നത് ഫിഷിംഗ്. എന്താണ് ഫിഷിംഗ്? ഒരു തരം ചൂണ്ടയിടലാണ് ഫിഷിംഗ്. അല്ലെ, നമുക്കറിയാം ഫിഷിംഗ് എന്താണ്. ഫിഷിംഗ് എന്ന അതിന്റെ അതേ മീനിങ് തന്നെയാണ് ഇതിൽ വരുന്നത്. ഫിഷിംഗ് മീൻ അല്ലെ, മീൻ എന്ന് പറയപ്പെടുന്നത് ഇംഗ്ലീഷ് ടേമാണല്ലോ ഫിഷ്, മീൻ, മത്സ്യം എന്ന് പറയുന്നത്. അപ്പോൾ മീൻ പിടിക്കുന്നതിനെയാണല്ലോ മത്സ്യബന്ധനം, ചൂണ്ടയിടുക. ഫിഷിംഗ് അത് ഇന്റർനെറ്റിൽ ഫിഷിംഗ് എന്ന് പറയുന്നത് ഒരു തരം ചൂണ്ടയിടലാണ്. രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ, അതായത് ATM പിൻ, മറ്റു പാസ്വേഡുകൾ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ചൂണ്ട ഇടുന്ന മീനെ പിടിക്കുന്ന ആ ഒരു അതേ ഒരു തത്വം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഒരു തരത്തിലൊരു കരു ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു ട്രാപ്പ്, ഒരു കെണി കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു സൈബർ ക്രൈമാണ് ഡാറ്റ ഡിഡ്ലിംഗ്. എന്താണ് ഡാറ്റ ഡിഡ്ലിംഗ്? കമ്പ്യൂട്ടറുകൾ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ മാറ്റം വരുത്തുന്നതിനെ ഡാറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നു. ഇതുവഴി ശരിക്ക് ലഭിക്കേണ്ട ഫലങ്ങൾക്ക് പകരം തെറ്റായി ലഭിക്കുകയും ഇത് സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുന്നു. ഇനി പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഇമെയിൽ ബോംബിംഗ്. പ്രധാനപ്പെട്ട ഈ 10 പ്രധാനപ്പെട്ട ആദ്യം പിന്നെ പ്രാധാന്യത്തിനനുസരിച്ച് ചോദിക്കാവുന്ന ആദ്യത്തെ 10 ഇനി ചില പേരുകൾ മാത്രം കേട്ടു പോവാം. ഇമെയിൽ ബോംബിംഗ്, ഓക്കെ. പിന്നെ ഇമെയിൽ സ്പാമിംഗ്, നെക്സ്റ്റ് ഓൺലൈൻ ലോട്ടറി, and finally last identity theft. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് IT Act 2000, അതുപോലെ തന്നെ സൈബർ ക്രൈം ഇതിനെ കുറിച്ചാണ്. ഇതുമായുള്ള ഡൗട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. എൻ്റെ കോൺടാക്ട് നമ്പർ ഓർത്തുക 9567 936 816.